ഹലോ. അപ്പോൾ നമ്മൾ ഇടുക്കിയിലൂടെയുള്ള നമ്മുടെ ഡ്രൈവ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിനി നേരെ പോണത് മൂന്നാറിലേക്കാണ്. ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. മലകളും പുഴകളും വെള്ളച്ചാട്ടങ്ങളും പുൽമേടുകളും തേയിലത്തോട്ടങ്ങളും എന്തപ്പം ഇല്ലാത്ത ഇത്ര സുന്ദരിയാണ് ഇടുക്കിയെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോകുമ്പം നമ്മൾ അറിയാണ്ട് തന്നെ ഒന്ന് ഫ്രഷ് ആവും കേട്ടോ. അതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് ഇവിടുന്ന് ഒരു ഭയങ്കര സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും. അത്ര ഭംഗിയാണ് ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇനി നേരെ നമുക്ക് നമ്മുടെ റിസോർട്ടിലേക്ക് പോകാം കേട്ടോ. നമ്മൾ 2 days മൂന്നാറിൽ ആനച്ചാലിൽ നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ എലിഫൻറ്റ് പാസേജ് മൗണ്ടൻ റിസോർട്ട് മൂന്നാർ. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. അതുപോലെ ഹണിമൂണൊക്കെ ആണെങ്കിലും ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ്. അടിപൊളി ആംബിയൻസ് ആണ്, നല്ല സർവീസാണ്, നല്ല റൂമാണ്, അതുപോലെ സൂപ്പർ ഫുഡാണ് കേട്ടോ. ഇതാണ് കേട്ടോ റിസോർട്ടിൻ്റെ ലോബി. ഇവിടെ തന്നെയാണ്, ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളിനി നേരെ നമ്മുടെ കോട്ടേജിലേക്കാണ് പോണത്. നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് പ്രൈവറ്റ് ജക്കൂസി സ്യൂട്ട് റൂമാണ്. അങ്ങനെ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂമാണുള്ളത്. അതുപോലെ റൂമാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ബാൽക്കണി ആണെങ്കിലും അടിപൊളിയാണ്, നല്ല വ്യൂ ഉള്ള ഒരു ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയിൽ നിന്ന് സ്റ്റേഴ്സ് ഇറങ്ങി നമ്മൾ താഴേക്ക് ചെല്ലുമ്പം അവിടെയാണ് നമ്മുടെ പ്രൈവറ്റ് ജക്കൂസി ഉള്ളത് കേട്ടോ. വൈകുന്നേരമായപ്പം ഈ പ്രോപ്പർട്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു അടിപൊളി ഇൻഫിനിറ്റി പൂൾ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ നമ്മൾ പൂളിലേക്കാണ് പോയത്. കുറേ ക്വാളിറ്റി ടൈം നമ്മൾ പൂളിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. അധികം റഷ് ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം പൂളിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും തന്നെ വന്നു. അങ്ങനെ കുറേ സമയം പൂളിലൊക്കെ സ്പെൻഡ് ചെയ്ത് ഇനി നമുക്ക് വൈകുന്നേരം ബോൺഫയർ ഉണ്ട്, അപ്പോൾ അതിന് പോകണം. എന്താണെങ്കിലും അത്യാവശ്യം നല്ലോണം മടുത്തു കേട്ടോ. പിന്നെ സൺസെറ്റ് പൂളിൽ നിന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പോയി ഫ്രഷായി നമ്മൾ നേരെ ബോൺഫയറിന് പോയി. കുറേ സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. നല്ല വിശപ്പായി. നേരെ നമ്മൾ ബുഫയ്ക്ക് കയറി. ഫുഡിനെ കുറിച്ചാണെങ്കിലും ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ലാവിഷ് ഒരു ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ചെറിയൊരു ഈവനിങ് വാക്കിനും കൂടെ പോയി നേരെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകാൻ കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസിൽ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു സ്റ്റേ നിങ്ങൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും നോക്കുന്നുണ്ടെങ്കിൽ എലിഫൻറ്റ് പാസേജ് റിസോർട്ടും നിങ്ങളുടെ ലിസ്റ്റിലിടാം കേട്ടോ. ആൻഡ് എ ബിഗ് താങ്ക് യു ടു ദ വണ്ടർഫുൾ ടീം മെമ്പേഴ്സ് ഓഫ് ദി റിസോർട്ട് ഫോർ മേക്കിംഗ് ആ സ്റ്റേ സോ സ്പെഷ്യൽ ആൻഡ് ഫോർ ദി അമേസിംഗ് ഹോസ്പിറ്റാലിറ്റി. ഞങ്ങളിനി അടുത്ത പ്രാവശ്യം മൂന്നാർ വരുമ്പോൾ നമുക്കിനി നേരിട്ട് കാണാം. അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. ബൈ.